ജപ്പാനിൽ ബങ്കി എന്ന് പറയുന്നൊരു സന്യാസ ശ്രേഷ്ഠനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ബങ്കി വെറുതെ പോയിരുന്നാൽ മതി, ആയിരക്കണക്കിന് ആൾക്കാർ കൂടുമായിരുന്നു. അതേ സ്ഥലത്ത് മറ്റൊരു പ്രഭാഷകൻ ഉണ്ടായിരുന്നു. അയാളെ ആർക്കും തന്നെ ഇഷ്ടമല്ലായിരുന്നു. അയാൾക്ക് ബങ്കിയോട് ഭയങ്കരമായ അസൂയ തോന്നി. ഒരിക്കൽ ബങ്കിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എക്കാലവും എല്ലാവരെയും ഒന്നും പറ്റിക്കാൻ കഴിയില്ല. ചില വിഡ്ഢികൾ മാത്രം നിങ്ങളുടെ ചുറ്റും കൂടും. ബുദ്ധിയുള്ളവരെ ഒരിക്കലും അനുസരിപ്പിക്കുവാനോ പഠിപ്പിക്കുവാനോ ഒന്നും ആവില്ല ബങ്കി എന്ന് പറഞ്ഞു. ബങ്കി പറഞ്ഞു, കേട്ടില്ല സുഹൃത്തെ, ഒന്നടുത്ത് വന്ന് പറയുമോ എന്ന് ചോദിച്ചു. അയാൾ അടുത്ത് വന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? പറ്റിക്കാൻ എളുപ്പമാണ് ഏതൊരാൾക്കുമെന്ന്. അദ്ദേഹം പറഞ്ഞു, താങ്കളുടെ അല്പം ഇടതുവശത്തേക്ക് ഒന്ന് തിരിഞ്ഞ് നിൽക്കുമോ, മാറി നിൽക്കുമോ, എനിക്ക് വ്യക്തമായി ഒന്ന് കേൾക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായില്ലേ നിങ്ങൾക്ക് എക്കാലവും ആരെയും ഒന്നും പറ്റിക്കാൻ കഴിയില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പറ്റിക്കാൻ ഞാൻ ആർക്കും നിന്ന് കൊടുക്കാറില്ല. പക്ഷെ നീ ഒരു കാര്യം ചെയ്യൂ, നിനക്ക് തൻ്റെ ഇടമുണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്കൊന്ന് വന്ന് നിൽക്കാൻ പറഞ്ഞു. പെട്ടെന്ന് തന്നെ അയാൾ ബെങ്കിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ഒരിക്കലും നടക്കില്ല എന്നെ പറ്റിക്കാനെന്ന്. ബെങ്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇപ്പോൾ തന്നെ അത് നടന്നു കഴിഞ്ഞു. ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾ അനുസരിച്ചില്ലേ എന്ന്. നമ്മൾ ദേഷ്യം വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് എപ്പോഴും നമ്മൾ കറക്റ്റ് ആയിരിക്കില്ല ചിന്തിക്കുക. അതല്ലേ സത്യം. നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മുടെ കൺട്രോൾ വിട്ടുപോകുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നത് വളരെ ശ്രദ്ധിക്കുക. അതൊരു ശത്രുവിന് മുന്നിലായാലും മിത്രത്തിന് മുന്നിലായിരിക്കും. ഇന്നത്തെ പോരെ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.